ഹായ് കൂട്ടുകാരെ, ഞാനല്ലേ പത്തിരിപ്പൊടി വറുക്കുകയാണ് കേട്ടോ. ഇപ്പം ഇങ്ങനെ ആരും ചെയ്യാറില്ല. എല്ലാവരും മില്ലിൽ കൊണ്ടുപോയിട്ട് പൊടിച്ച് അവിടെ നിന്ന് തന്നെ അവർ വറുത്തും തരും. അതിന് എക്സ്ട്രാ പൈസ കൊടുത്താൽ മതി. പക്ഷെ ഞാൻ വീട്ടിൽ നിന്ന് തന്നെ പൊടിച്ച് വീട്ടിൽ നിന്ന് തന്നെ വറുക്കുകയാണ്. ഇതൊരു പ്രത്യേക ഒരു രുചിയാണ് പത്തിരി. എൻ്റെ മോന് ഭയങ്കര ഇഷ്ടമാണ് പത്തിരി. അപ്പോൾ അവൻ വരുന്നുണ്ട്. വരുമ്പോഴേക്കും ഞാനൊക്കെ റെഡിയാക്കി വയ്ക്കുകയാണ്. അപ്പം ഇത്രയും പത്തിരിപ്പൊടി എന്തിനാന്നല്ലേ, കുറച്ച് അവർക്ക് അവിടേക്ക് കൊണ്ടുപോകാനും കൊടുക്കണം. ബാക്കി ഞങ്ങൾക്ക് ഇവിടെ പത്തിരി ഉണ്ടാക്കണം. പണ്ടുള്ള പണ്ടുള്ള ആൾക്കാർ ഇറച്ചിയും പത്തിരിയും, കോഴിയിറച്ചി, അത് നാടൻ കോഴിക്കറിയും പത്തിരി ഭയങ്കര. ഇപ്പം ബിരിയാണി എല്ലാവർക്കും ഇപ്പം ബിരിയാണി മന്തി എന്നൊക്കെ പറയും പോലെ അന്ന് പത്തിരിയും കോഴിക്കറി, അത് നാടൻ കോഴിക്കറി ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് ഇപ്പോൾ ഒരുവിധം കുട്ടികൾക്കൊന്നും ഇങ്ങനെ പത്തിരിപ്പൊടിക്ക് വറക്കാൻ പറ്റില്ല. അതൊരു പ്രത്യേക ഒരു ശൈലിയിലാണ് വറക്കുക. അങ്ങനെ ഭയങ്കര ചൂടാണ്, കയ്യൊക്കെ പെട്ടെന്ന് ചൂടാവും. അപ്പോൾ അതിങ്ങനെ നന്നായിട്ട് വറുത്ത് കഴിഞ്ഞാൽ ആ പത്തിരിക്ക് ഭയങ്കര ടേസ്റ്റാണ്, നല്ല സോഫ്റ്റായി വരും. അപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് കുറച്ച് ഒരു അര ഗ്ലാസ് ഈ പൊടി എടുത്താൽ അത് ഇങ്ങനെ ചൂടുവെള്ളം ഒഴിച്ചാലും മതി, ഇങ്ങനെ വാട്ടിയെടുക്കും. അങ്ങനെ ആയാലും നല്ല സോഫ്റ്റായിരിക്കും പത്തിരിക്ക്. നല്ല മയത്തിൽ ഇങ്ങനെ പരത്തിയെടുക്കാം. ഇതിപ്പം ഇത്ര നന്നായിട്ട് വറക്കുന്ന കാരണം ഒന്നും ആവില്ല കേട്ടോ. എത്ര കാലം വരെ വേണമെങ്കിലും ഇത് വെച്ചേക്കാം. പക്ഷേ ഇത് വയ്ക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ടിന്നിലൊക്കെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല കേട്ടോ. ഇതിട്ട് വയ്ക്കുന്ന പാത്രം നന്നായിട്ട് വൃത്തിയാക്കി തുടച്ച് വെച്ചിട്ട് വേണം, തുടച്ച് വെള്ളത്തിൻ്റെ അംശമൊക്കെ പോയിട്ട് വേണം ഇതിലേക്ക് ഇട്ട് വയ്ക്കാൻ. അത്ര ഒരുപാട് കാലം നിൽക്കും. അപ്പോൾ ഇത് വറുത്തെടുക്കാൻ ഇച്ചിരി പാടാട്ടോ. ഞാനിത് പുറത്ത് തീ കൂട്ടി വിറകടുപ്പിലാണ് ഞാനിത് ചെയ്യുന്നത്. ഗ്യാസ് അടുപ്പിൽ ചെയ്യുമ്പോൾ ഒത്തിരി ഗ്യാസ് ചിലവാകും. അതുകൊണ്ട് പുറത്തുനിന്നാണ് ചെയ്യുന്നത്. നിങ്ങൾ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണ്ടു. വീട്ടിൽ തന്നെ പച്ചരി വെള്ളത്തിലിട്ടിട്ട് മിക്സിയിലിട്ട് ഇപ്പം എന്തും പൊടിക്കാൻ പറ്റില്ല മിക്സിയിൽ നമുക്ക്. അപ്പം കുറേശ്ശെ മിക്സിയിലിട്ട് പൊടിച്ചിട്ട് ഇങ്ങനെ വറുത്തൊന്ന് വെച്ച് വയ്ക്കാം. നല്ല ടേസ്റ്റാണ്. നമ്മൾ ഇപ്പോൾ കടയിൽ നിന്നൊക്കെ പത്തിരിപ്പൊടി വാങ്ങുന്ന ഒറിജിനലാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതിനകത്ത്